നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി. പവർഡ് ബൈ ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാരം ശനിയാഴ്ച റോമിലെ സെന്റ് മേരി മേജർ ബസിലിക്കയിലാണ് സംസ്കാരം. നാളെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പൊതുദർശനം നടക്കും. വത്തിക്കാനിൽ ചേർന്ന കർദിനാൾമാരുടെ നിർണായക യോഗത്തിന് ശേഷമാണ് സംസ്കാര തീയതി അറിയിച്ചിരിക്കുന്നത്. നാടിനെ നടുക്കിയ കോട്ടയം തിരുവാതുക്കൽ ദമ്പതിമാരുടെ കൊലപാതകത്തിൽ ദുരൂഹത ശക്തമാവുകയാണ്. 2018 കൊല്ലപ്പെട്ട ഇവരുടെ മകൻ ഗൌതമിന്റെ മരണത്തിലും ദുരൂഹതയുണ്ടെന്ന് അഡ്വക്കേറ്റ് ടി ആസിഫ് അലി പറഞ്ഞു. ഗൌതമിന്റെ മരണം കൊലപാതകമെന്ന ആരോപണത്തെ തുടർന്ന് CBI അന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടിരുന്നുവെന്നും അഡ്വക്കേറ്റ് മാധ്യമങ്ങളോട് പറഞ്ഞു. ജമ്മു കാശ്മീരിലെ റംബാൻ ജില്ലയിൽ വീണ്ടും മേഘവിസ്ഫോടനം. ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയിലും മിന്നൽ പ്രളയത്തിലും 37 വീടുകൾ തകർന്നു. നിരവധി കന്നുകാലികളെ കാണാതായി. ഇതുവരെ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രദേശത്തു നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. മണ്ണിടിച്ചിലിനെ തുടർന്ന് അടച്ച ജമ്മു ശ്രീനഗർ ദേശീയപാതയിലെ ഗതാഗതം പുനഃസ്ഥാപിക്കുവാനുള്ള നടപടികൾ തുടരുകയാണ്. വെളിപ്പെടുത്തി. മയിലിന്റെ അപ്പം പൊടിയുണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം. കൊതിപ്പിക്കുന്ന നല്ല ഒന്നാം തരം അപ്പവും പത്തിരിയും. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ഫ്രാൻസിലെ ബ്ലോമെനിൽ തീപിടുത്തം. മലയാളി വിദ്യാർത്ഥികൾ താമസിച്ച വീട് കത്തിനശിച്ചു. 13 വിദ്യാർത്ഥികളാണ് വീട്ടിൽ ഉണ്ടായിരുന്നത്. വിദ്യാർത്ഥികളുടെ പാസ്പോർട്ട് അടക്കം രേഖകളും വസ്ത്രങ്ങളും പുസ്തകങ്ങളും എല്ലാം കത്തിനശിച്ചു. വൻ പ്രതിസന്ധിയിൽ എന്നാണ് വിദ്യാർത്ഥികൾ പങ്കുവയ്ക്കുന്നത്. മാറി ധരിക്കുവാൻ പോലും വസ്ത്രമില്ലെന്നും എംബസിയും കേരള സർക്കാരും സഹായിക്കണമെന്നും വിദ്യാർത്ഥികൾ അഭ്യർത്ഥിച്ചു. സൗദി സന്ദർശനത്തിനായി പോയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സൗദിയിൽ വൻ സ്വീകരണം. പ്രധാനമന്ത്രിയുടെ A1 വിമാനത്തിന് ആകാശത്ത് സൗദി റോയൽ എയർഫോഴ്സിന്റെ അസാധാരണ സ്വീകരണം നൽകി. പ്രധാനമന്ത്രിയുടെ വിമാനത്തിന് അകമ്പടിയായി സൗദി റോയൽ ഫയർഫോഴ്സിന്റെ 3 വിമാനങ്ങൾ പറന്നു. ജിദ്ദയിലേക്കുള്ള യാത്രക്കിടെയാണ് സൗദി എയർഫോഴ്സിന്റെ ഈ അസാധാരണ നടപടി. വാഹനങ്ങളുടെ ഹോണായി ഇന്ത്യൻ സംഗീതോപകരണങ്ങളുടെ ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നത് നിർബന്ധമാക്കുന്ന ഒരു നിയമം അവതരിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതായി കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി തിങ്കളാഴ്ച പ്രഖ്യാപിച്ചു. ഓടക്കുഴൽ, തബല, വയലിൻ, ഹാർമോണിയം എന്നിവയുടെ ശബ്ദങ്ങൾ ഉപയോഗിച്ച് വാഹനങ്ങളുടെ ഹോണുകൾ കൂടുതൽ മനോഹരമാക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് ഗഡ്കരി ഒരു പരിപാടിയിൽ സംസാരിക്കവെ പറഞ്ഞു. ഹൈക്കോടതി പരിസരത്ത് ബോംബ് ഭീഷണിയെ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശം. ഹൈക്കോടതി പരിസരത്ത് RDX ഉണ്ടെന്നാണ് ഇമെയിൽ സന്ദേശം ലഭിച്ചത്. പോലീസും ബോംബ് സ്ക്വാഡും പ്രദേശത്തെത്തി പരിശോധന തുടരുകയാണ്. പട്ടാമ്പി ആമയൂർ കൂട്ടക്കൊലപാതക കേസിലെ പ്രതി റജികുമാറിന്റെ വധശിക്ഷ സുപ്രീംകോടതി റദ്ദാക്കി. ജയിലിലെ നല്ല നടപ്പും ജയിൽവാസത്തിനിടെ പ്രതിക്ക് മാനസാന്തരമുണ്ടായെന്ന ജയിൽ അധികൃതരുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് നടപടി. എന്നാൽ കുറ്റകൃത്യത്തിന്റെ തീവ്രത കണക്കിലെടുത്ത് പ്രതി ജീവിതാവസാനം വരെ തടവ് ശിക്ഷ അനുഭവിക്കണമെന്നും സുപ്രീംകോടതി ഉത്തരവിട്ടു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.